ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പൈക്കോയിൻ സെല്ല് ചെയ്യാൻ പറ്റുക, അതും നമ്മുടെ MEXC എന്ന് പറയുന്ന ഏറ്റവും വേൾഡ് നമ്പർ 1 എക്സ്ചേഞ്ച് ആയിട്ടുള്ള MEXC എക്സ്ചേഞ്ച് വഴി എങ്ങനെയാണ് പൈക്കോയിൻ സെല്ല് ചെയ്യാന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ MEXC എക്സ്ചേഞ്ചിൽ ആദ്യം നമ്മൾ ഇട്ട മീൻസ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ആ സമയത്തൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ പൈക്കോയിൻ ലിസ്റ്റ് ആയ സമയത്തൊന്നും MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ എന്തുണ്ടായിട്ടുണ്ടായിരുന്നില്ല, ഡെപ്പോസിറ്റ് ഡിസേബിൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൈ എന്ന് പറയുന്ന നെറ്റ്വർക്കിന്റെ ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഡിസേബിൾ ആക്കി മീൻസ് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് എനേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയെന്നുള്ള കാര്യം കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ചിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സ്ചേഞ്ച് ആണ് MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ ഒരു സെർവർ എററോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം യൂസേഴ്സ്, ക്രിപ്റ്റോ യൂസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ച്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ MEXC ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ KYC വെരിഫൈ ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ MEXC പറയുന്ന എക്സ്ചേഞ്ച് വളർന്ന ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഒരു കോർണറിൽ നിങ്ങൾക്ക് ഒരാളുടെ രൂപം, ഒരു മനുഷ്യന്റെ ചിഹ്നം, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വെരിഫൈഡ് എന്നുള്ള ഓപ്ഷനിൽ ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഇപ്പോൾ വെരിഫൈഡ്, ഞാൻ ഓൾറെഡി എന്ത് ചെയ്ത് KYC കൊടുത്തിട്ടുണ്ട്. ആധാർ കാർഡ് അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ്, ഏതെങ്കിലും പാസ്പോർട്ട്, ഏതെങ്കിലും ഒരു പ്രൂഫ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏകദേശം വിത്തിൻ 2 hours നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു KYC കംപ്ലീറ്റഡ് ആവും. KYC കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ട്രേഡിലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കിട്ടും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ അതിൽ ആദ്യം എൻ്റെ വാലറ്റ്, ഇതിൽ ഏറ്റവും താഴത്തെ വേണോ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും, അത് ആദ്യം വാലറ്റ് എടുക്കാം. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട്, ഒരു 1 പൈക്കോയിൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു 1 പൈക്കോയിൻ എങ്ങനെയാണ് ആഡ് ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഡെപ്പോസിറ്റ്, ഒരു നീല ഐക്കല്ല ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുക. ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് ഹിസ്റ്ററിയിൽ കാണാൻ പറ്റുന്നുണ്ട്, പൈ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതാണ് ഇപ്പോൾ എൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്. ഓക്കെ, ഇതാണ് എൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്. അപ്പോൾ ഈ ഒരു ഡെപ്പോസിറ്റ് ഇത് ആദ്യം നമുക്ക് എന്ത് ഉണ്ടായിരുന്നില്ല, എനേബിൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് എനേബിൾ ആയിട്ടുണ്ട്. ഈ ഡെപ്പോസിറ്റ് അഡ്രസ് ഇതാണ്. ഈ ഡെപ്പോസിറ്റ് അഡ്രസ് ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ആണ് കോപ്പി അയക്കും. അത് ജസ്റ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. ഞാൻ ഈ അഡ്രസ് കോപ്പി ചെയ്ത് ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പൈ ബ്രൗസറിൽ നിന്നും ഈ ഒരു എക്സ്ചേഞ്ചിലോട്ട് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഏകദേശം 60 നെറ്റ്വർക്ക് കൺഫർമേഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഇവിടെ കാണാൻ പറ്റും, 60 നെറ്റ്വർക്ക് കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലോട്ട് എത്തുക. അപ്പൊ നിങ്ങൾ അയച്ച ഉടനെ നിങ്ങൾ ആദ്യം ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 60 നെറ്റ്വർക്ക് കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലോട്ട് എത്തുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ അപ്പൊ അവിടെ നിന്ന് അഡ്രസ്സ് കോപ്പി ചെയ്തു. ഞാൻ നേരെ എൻ്റെ പൈ ബ്രൗസറിലോട്ട് വരികയാണ്. പൈ ബ്രൗസറിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വാലറ്റ് ഓപ്പൺ ആക്കി. ഏകദേശം ഇന്ത്യയിലെ 6.99 പൈക്കോയിൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ചെയ്യണം, പേ ഓർ റിക്വസ്റ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു. മാനുവലി ആഡ് വാലറ്റ് അഡ്രസ് എന്ന് കൊടുത്തു. എൻ്റെ എമൗണ്ട് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു 3 പൈക്കോയിന് കൊടുക്കണം. ഓക്കെ, വാലറ്റ് അഡ്രസ് എന്നുള്ള അവിടെ ഞാൻ ജസ്റ്റ് MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ നിന്ന് കോപ്പി ചെയ്തത് ഞാൻ നേരെ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. നെക്സ്റ്റ് സെൻഡ് എന്ന് കൊടുക്കുകയാണ്, കൺഫേം കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ പൈ ബ്രൗസറിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലോട്ട് പൈക്കോനെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് സക്സീഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് സക്സീഡ് ആയി. ഞാൻ നേരെ എൻ്റെ എക്സ്ചേഞ്ചിലോട്ട് വരികയാണ്. ഓക്കെ, അപ്പൊ അത്ര ചെയ്തതിനു ശേഷം ഞാൻ ഇത് നേരെ എൻ്റെ എക്സ്ചേഞ്ചിലോട്ട് വന്നു. ഓക്കെ, എക്സ്ചേഞ്ചിലോട്ട് വന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 60 നെറ്റ്വർക്ക് കൺഫർമേഷൻ ശേഷമാണ് ഇതിലോട്ട് വരിക. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ അയച്ച എത്ര മീൻസ് ഞാൻ നേരത്തെ അയച്ച കോയിൻ ഇവിടെ കറക്റ്റ് കിട്ടും. ഞാൻ ഏകദേശം നേരത്തെ അയച്ച കോയിന് 3 പൈക്കോൻ അയച്ചത്. ഓക്കെ, ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അഡ്രസ് സെയിം അല്ലേ കറക്റ്റ് അല്ലേ ചെക്ക് ചെയ്യുക. നേരെ ബാക്കോട്ട് വരിക. ഓക്കെ, ഏകദേശം ഞാൻ ഇപ്പോൾ ഒരു 1 പൈക്കോൻ ഇപ്പോൾ ഉള്ളത് ജസ്റ്റ് ഒരു 60 നെറ്റ്വർക്ക് കൺഫർമേഷൻ ശേഷം ഇതിലോട്ട് എത്തും. ഓക്കെ, എന്തായാലും ഓക്കെ ഉറപ്പാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലുള്ള എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു MEXC എക്സ്ചേഞ്ചിൽ എത്തിയതിനു ശേഷം നിങ്ങൾ എങ്ങനെയാണ് അത് സെല് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇതിലുണ്ടാവും ഏറ്റവും താഴത്ത് കാണാം മാർക്കറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റ്. ആ മാർക്കറ്റ് എന്നുള്ള അവിടെ നിങ്ങൾ ആദ്യം അവിടെ സെർച്ച് ചെയ്യുക, പൈ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ താഴത്ത് സെല്ല് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, സെല്ല് എന്നുള്ളത് സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എത്ര ഇവിടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയാ, ഒരു
ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം ജസ്റ്റ് നീക്കിക്കൊണ്ട് ഫുള്ളായിട്ട് നീക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്താലും മതി എത്ര പൈക്കോൻ ഉള്ളത്, 1 പൈക്കോൻ സെർച്ച് ഇതാക്കിയ ഒരു പൈക്കോൻ സെല് ചെയ്യാം. എത്ര റേറ്റ് ഇവിടെ ഉണ്ടോ? ഇപ്പൊ ഏറ്റവും ഇവിടെ ബൈ ഓർഡർ നടന്നുകൊണ്ടിരിക്കുന്ന റേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഓരോന്ന് കാണാൻ പറ്റും. 2.63 6 2.63 64 64 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ഉള്ളതായിരിക്കും. ടോപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ റേറ്റ് ഇവിടെ ടോപ്പിൽ ക്ലിക്ക് ചെയ്താൽ എനിക്ക് കാണാൻ പറ്റും 2.64 എന്നുള്ള റേറ്റിന് അവിടെ ഒരു 1 പൈക്കോൺ സെല് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു ഞാൻ അവിടെ ഓക്കെ 2.64 എന്നുള്ള പറയുന്ന റേറ്റിന് കൊടുത്തു. അതിനുശേഷം നമ്മുടെ സെൽ പേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ 1 പൈ. ഓക്കെ, അത് സെല്ല് കൺഫർമേഷൻ കൊടുത്തു, ഓർഡർ ചെയ്തു. ഓക്കെ, ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ 2.64 എന്നുള്ള ഇതാവുമ്പത്തിന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ആ 1 പൈക്കോൺ സെല്ലായി മാറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സെല് ചെയ്തു. സെല് ചെയ്തതിനു ശേഷം എനിക്ക് ഡോളറായി USDT ആയിട്ട് കിട്ടിയിട്ടുണ്ട് $2.64. ഒരു പൈക്കോൺ ഞാൻ സെല് ചെയ്തു $2.6 ആയിട്ട് $64 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഇനി ഈ ഒരു ഡോളർ അപ്പോൾ എല്ലാവരും പ്രശ്നം എന്താണ്, ബിറ്റ്ഗെറ്റിൽ പോയിട്ട് സെയിൽ ചെയ്തും അതിനുശേഷം MEXൽ പോയിട്ടൊക്കെ സെയിൽ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നത് എന്താ, USDT ആണ്. ഈ USDT എങ്ങനെയാണ് നമ്മൾ INR മാറ്റുക എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളത്. ഒരുപാട് പേര് MEX എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ P2P വഴി സെയിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബിറ്റ്ഗെറ്റിൽ ഒരുപാട് പേര് പ്രശ്നമാക്കാൻ, ബൈനാൻസ് ഒക്കെ. ഇതൊക്കെ യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ടാക്സിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് അറിയാലോ. ക്രിപ്റ്റോ ടാക്സ് ഏകദേശം 30% അടക്കേണ്ട ഒരു ഇഷ്യൂ വരുന്നത്. ഇത് എന്നാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് ആയിരിക്കും ടാക്സിന്റെ നോട്ടീസും കാര്യങ്ങളും ക്രിപ്റ്റോ നോട്ടീസ് ഒക്കെ പറഞ്ഞു വരിക. ഓക്കെ, ബൈനാൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈനാൻസിലൊക്കെ പോയിട്ട് USDT നേരെ P2P കൊണ്ടുപോയി സെല് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഫ്രീസ് ആവാനുള്ള ഓപ്ഷൻ കൂടുതലാണ്. അക്കൗണ്ട് ലീൻ വരും, മീൻസ് അതിലുള്ള ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ബൈനാൻസിൽ വരുന്ന ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് അക്കൗണ്ട് ഫ്രീസും ലീൻ ആയിക്കൊണ്ടിരിക്കുന്ന ഇഷ്യൂ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ബെറ്റർ പറയുന്നത് നിങ്ങൾക്ക് USDT സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പൈക്കോൺ ബൈ ഓർ സെൽ എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്യാൻ, നേരെ വന്നിട്ട് അതിലുള്ള അഡ്മിനെ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ. അത് തന്നെയാണ് ജസ്റ്റ് ഒന്ന് അഡ്മിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സെൽ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. കുഴപ്പമില്ലാത്തൊരു മാർക്കറ്റ് റേറ്റ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ USDT ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാം. ഇനി അഥവാ ഈ എക്സ്ചേഞ്ച് ഒന്നും യൂസ് ചെയ്യാൻ അറിയില്ല, അതൊക്കെ പ്രശ്നമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. എന്നെ ജസ്റ്റ് കോൺടാക്ട് നിങ്ങളുടെ പൈക്കോയിൻ നമ്മൾ എന്ത് ചെയ്യാം, സെല്ല് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ USDT സെല് ചെയ്യാൻ വേണ്ടവരൊക്കെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, USDT നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. എത്ര അൺലിമിറ്റഡ് എമൗണ്ട് നിങ്ങൾക്ക് USDT ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏരിയയിലൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം വലിയ 1000 USDT 2000 USDT ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ ഹാൻഡ് മീൻസ് ക്യാഷ് നിങ്ങളുടെ കയ്യിൽ കൊടുന്നു തരുന്ന സമ്പ്രദായം. അതുപോലെ CDM ആണെങ്കിൽ CDM ചെയ്യാം, ബാങ്ക് ട്രാൻസ്ഫർ ആണ് ബാങ്ക് ട്രാൻസ്ഫർ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. USDT ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സെല് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള വീഡിയോ. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലോട്ട് എങ്ങനെയാണ് ഇപ്പൊ MEXൽ ട്രേഡ് ചെയ്യാത്ത അറിയാത്ത ഒരുപാട് പേരിന് അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ താങ്ക് യു.